ഹലോ എവരിവൺ, CA റിസൾട്ടുകൾ വന്നു. പല കുട്ടികളും അവരുടെ ലക്ഷ്യത്തിലേക്ക് ഒരു പടി കൂടി അടുത്തു. എന്നാൽ CA എന്ന് പറയുന്ന കോഴ്സിനെ പറ്റി നമുക്കറിയാം, വളരെ കുറഞ്ഞ പാസ് പെർസെൻറ്റേജ് ഉള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള കോഴ്സുകളിലൊന്നായ CA റിസൾട്ടുകൾ വന്നപ്പോൾ പ്രതീക്ഷത്ര മാർക്ക് കിട്ടാതെ ക്ലിയർ ചെയ്യാൻ പറ്റാതെ പോയ ഒരു ഭൂരിഭാഗം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. അത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ആദ്യമായിട്ട് ഒരു സുഹൃത്തിൻ്റെ കഥ പറഞ്ഞു തുടങ്ങാം. വളരെ കാലത്തെ എഫേർട്ടിനും പ്രിപ്പറേഷനും ശേഷം CA ഫൈനൽ എക്സാമിന് അപ്പിയർ ചെയ്ത ആ കുട്ടിക്ക് എക്സാം ഹാളിൽ വെച്ച് അവളുടെ കാൽക്കുലേറ്റർ വർക്കാവാത്തത് കാരണം എക്സാം തടസ്സപ്പെടുകയും എക്സാം വിചാരിച്ച പോലെ പൂർത്തിയാക്കാൻ പറ്റാതിരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അവൾക്ക് ആ ഒരു തവണത്തെ എക്സാമിന് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് ആ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റാതെ പോയ ആ കുട്ടി ഒരുപാട് കാലം വിഷമവും സങ്കടവും പറഞ്ഞിരിക്കാതെ തൊട്ടടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. തൊട്ടടുത്ത അറ്റംപ്റ്റിൽ വലിയൊരു ചലഞ്ചുമായി 2 ഗ്രൂപ്പും അപ്പിയർ ചെയ്ത് ആ കുട്ടിക്ക് കരസ്ഥമാക്കാൻ പറ്റിയത് ചാർട്ടേഡ് അക്കൗണ്ടൻസിയുടെ ഫൈനൽ ലെവലിലുള്ള ഓൾ ഇന്ത്യ 29th റാങ്കാണ്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇത് CA എക്സാംസ് ആണ്. ഒരു അറ്റംപ്റ്റ് ഫെയിലായി പോയാലും വലിയ കാര്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. ഈ ഒരു ഇൻസിഡൻറ്റ് എന്നെ ഓർമ്മിപ്പിച്ചത് പഴയൊരു ചൈനീസ് കഥയാണ്. അത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ചൈനീസ് കർഷകൻ ഒരു ദിവസം അയാളുടെ ഒരു കുതിരയെ കാണാനില്ല. അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ആ കുതിര ഓടിപ്പോയെന്ന്. നാട്ടുകാരും ബന്ധുക്കളും വന്ന് പറഞ്ഞു, ആകെ ഉണ്ടായിരുന്ന ഒരു കുതിര പോയല്ലോ, എന്തൊരു വിഷമകരമായ കാര്യമാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇത് സന്തോഷമാണോ സങ്കടമാണോ എന്നെനിക്കറിയില്ല. ആൾക്കാർ അത്ഭുതപ്പെട്ട് തിരിച്ചുപോയി. പിറ്റേന്നാണ് ഓടിപ്പോയ ആ കുതിര മറ്റു 7 കുതിരകളുമായി തിരിച്ചു വന്നത്. 1 നഷ്ടപ്പെട്ട അയാൾക്ക് 7 എണ്ണം അധികം കിട്ടിയപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും വന്ന് പറഞ്ഞു, എന്തൊരു സന്തോഷകരമായ വാർത്തയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇത് സന്തോഷമാണോ സങ്കടമാണോ എന്നെനിക്കറിയില്ല. പിറ്റേന്നാണ് അയാളുടെ മകൻ ആ കുതിരകളെ ട്രെയിൻ ചെയ്യുന്നതിനിടയിൽ അപകടം പറ്റുകയും അത് കാരണം പരിക്കേൽക്കുകയും ബെഡ് റെസ്റ്റിലാവുകയും ചെയ്തത്. അപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും വന്ന് പറഞ്ഞു, എന്തൊരു സങ്കടകരമായ അനുഭവമാണ്. അപ്പോഴും അയാൾ പറഞ്ഞു, ഇത് സന്തോഷമാണോ സങ്കടമാണോ എന്നെനിക്കറിയില്ല. അവർ വീണ്ടും അത്ഭുതപ്പെട്ട് തിരിച്ചുപോയി. തൊട്ടടുത്ത ദിവസമാണ് രാജാവിൻ്റെ ആർമി ഓരോ വീടും കയറി ഇറങ്ങിയത്. അവർ വരാനിരിക്കുന്ന യുദ്ധത്തിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുകയായിരുന്നു. എന്നാൽ പരിക്കേറ്റ ആ യുവാവിനെ അവർ അയോഗ്യനാക്കി കണക്കാക്കുകയും ആ യുദ്ധത്തിൽ പങ്കെടുക്കാതെ ആ യുവാവിന് രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്തു. അപ്പോഴും ബന്ധുക്കളും നാട്ടുകാരും വന്ന് പറഞ്ഞു, സന്തോഷമാണല്ലോ. അപ്പോഴും ആ കർഷകൻ പറയുകയാണ്, ഇത് സന്തോഷമാണോ സങ്കടമാണോ എന്നെനിക്കറിയില്ല. ഈ ഒരു കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, നല്ലതെന്ന് നമുക്ക് തോന്നുന്ന അനുഭവങ്ങളുടെ പിന്നിൽ മോശമായ കാര്യങ്ങൾ സംഭവിക്കാം. അതുപോലെ തന്നെ മോശമെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്ന കാര്യങ്ങളുടെ പിന്നിൽ അതിമനോഹരമായ ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ മോശം റിസൾട്ടുകൾ വരാനിരിക്കുന്ന അതിമനോഹരമായ റിസൾട്ടുകളെ ബാധിക്കാൻ പാടില്ല. ICAI അഥവാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന വേൾഡിലെ ലാർജസ്റ്റ് അക്കൗണ്ടിംഗ് ബോഡി നടത്തുന്ന ഈ ഒരു എക്സാമിലെ വീഴ്ച നിങ്ങൾ ഒന്നിൻ്റെയും അവസാനമായി കാണരുത്. വീഴുന്നതിലല്ല, വീണെടുത്ത് നിന്നും ഉയർത്തെഴുന്നേറ്റ് അടുത്ത എക്സാമിൽ ഉയർന്ന മാർക്കോടുകൂടി വിജയിക്കുന്നതിലാണ് കാര്യം. ഇന്ന് നമ്മൾ കാണുന്ന സക്സസ്ഫുൾ ആയ ചാർട്ടേഡ് അക്കൗണ്ടൻസിൽ പലർക്കും ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന എക്സാമിൽ ഉന്നത വിജയത്തോടു കൂടി നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സൈനിങ് ഓഫ്.